അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആൾക്കാർ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതുവരെ ഞാൻ കിച്ചൺ വീഡിയോ അല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയും എന്നിട്ട് അഭിപ്രായം പറയട്ടോ. ഇവനാണ് കേട്ടോ വീഡിയോ ഇട്ടിനെ, മഞ്ചേരി ചിറ്റത്തുപാറ ഷഫീഖ്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഇവനെ അറിയില്ലായിരുന്നു. ഇവനെ വീഡിയോ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ആളാണ് ഇത് മാജിദ്. അപ്പൊ ഇവര് രണ്ടാളും കൂടി നമ്മളെ കുഞ്ഞാവനെ കാണാൻ വേണ്ടിട്ട് വീട്ടിൽ വന്നതാണ്. കുഞ്ഞാവ കാല് കിടന്നത് ഇതകണോ ഇവൻ അനസ്. അപ്പൊ അവരൊക്കെ അറിയണവരുണ്ടാവും, ഒക്കെ കമന്റ് ഇടോണ്ടിട്ടല്ലേ. ഇതകണോ ഷഫീഖ് ഇവന്റെ വീഡിയോ മാജിട്ടിട്ടാണ് ഷഫീഖ് ഇപ്പൊ എല്ലാത്തും എത്തി. അവിടെ വെയിലും കൊണ്ട് നിന്നീനാണ്. ഞാനും അവന്റെ വീഡിയോ ഇട്ടപ്പോ എല്ലാരും ഷഫീഖ് ഏതാന്ന് ചോദിച്ചിരുന്നു. അപ്പൊ എന്താണ് എന്റെ പ്ലാൻ? അപ്പൊ ഷഫീഖ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കിഡാണ്. അപ്പൊ അങ്ങനെ മിറാക്കിൾ പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ 17ഓളം കുട്ടികളുണ്ട്. കേരളത്തിൽ ഉടനീളല്ലേ എല്ലാ സെലിബ്രിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളിൽ സെലിബ്രിറ്റീസ് ആണ്. 22,000 ഫോളോവേഴ്സിലാണ്. കുഞ്ഞാവനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെത്തി. അപ്പൊ ഞങ്ങൾ കുഞ്ഞാവനെ കാല് കേടുന്നു എന്ന് പറഞ്ഞപ്പോ ആ കാലം കാട്ടി കൊടുത്താണ് നിങ്ങൾ. ആ കാല് കേടുന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ കുഞ്ഞാവനെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ 3 പേരും കൂടെ പോകുന്നതാണ്. ഞങ്ങൾ ടീം ഇതല്ല, ഞങ്ങൾക്ക് ടോട്ടൽ 10-16 പേരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് ഞങ്ങൾ ആൺകുട്ടികൾക്ക്, എനിക്ക് അൻസിന് ഷഫീഖിന് കുഞ്ഞാവക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാനും ഞങ്ങൾക്ക് ഓരോ വീഡിയോസ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വീട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ അനക്കയത്തുനിന്ന് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ ഒരു വീട് കിട്ടി. ഞങ്ങൾ ഒരു സ്ട്രീമിങ് ഒരു ഫാഷനായിട്ട് ഞങ്ങൾ പല പദ്ധതികളും ഉണ്ട്. അല്ല, നിങ്ങൾ ആ ബസ് സ്നേഹിത എന്ന് പറഞ്ഞ ബസ്സൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് എങ്ങനെ കിട്ടിയത്? സ്നേഹിത എന്ന ബസ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു റമദാനിന് ഒരു പ്രൊജക്ട് റെഡി ആക്കിയിട്ട് നമ്മുടെ ഷെയ്ഖ്, ഇപ്പത്തെ ഷാർജ ഷെയ്ഖ്, അവിടുത്തെ രാജാവ്, ഇപ്പോഴത്തെ ഭരണാധികാരി നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്. അത് സ്നേഹിത എന്ന് പറയുന്നത് ഡിഫറൻലി ഏബിൾഡ് ആയിട്ടുള്ള 18 വയസ്സിന് മുകൾക്കുള്ള പെൺകുട്ടികൾക്ക് സ്ഥിരം തൊഴിൽ പരിശീലന കേന്ദ്രമാണത്. ഡേ കെയർ ആണ്. അതായത് രാവിലെ വന്നിട്ട് വൈകുന്നേരം പോണതാണ്. പക്ഷെ നമുക്ക് ഷെഫീഖിനൊന്നും ഡേ കെയർ പോരാ. ഷെഫീഖൊക്കെ ഫുൾ ടൈം നമ്മളപ്പോ നിൽക്കട്ടെ. ഒരു വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും, ഫുഡും കാര്യങ്ങളും, ഓൽക്ക് എക്സ്പീരിയൻസ്, നഖം വെട്ടാനും കുളിക്കാനും കൊല്ലിയാക്കാനും ഒക്കെ പഠിക്കണം. ഉറങ്ങണേ. അപ്പൊ ഷഫീഖിന്റെ വീഡിയോയിലാണ് ഞാന് പിന്നെ മാജിനം അറിഞ്ഞത്. അതേപോലെ തന്നെ ഞാനൊരു പരിചയമില്ലാത്ത ഒരാളുണ്ട്. ഓൻ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾ ലൈലാത്താൻ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ലൈലാത്ത സ്നേഹിതയില് ആരാണ്? ലൈലാത്ത എന്ന് പറയുന്നത് സ്നേഹിത ഫൗണ്ട് ചെയ്ത ആള്. സ്നേഹിത ഉണ്ടാകാൻ കാരണം ലൈലാത്തക്ക് അങ്ങനത്തെ ഒരു മോൾ. അതില് പെൺകുട്ടികളാണ് മുഴുവൻ 18 വയസ്സിന് മുകൾക്കുള്ള പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾക്ക് ലൈലാത്തക്ക് അങ്ങനെ മോൾ ഉണ്ടായതിനു ശേഷം ലൈലാത്ത സ്റ്റാർട്ട് ചെയ്തതാണ് സ്നേഹിത. ഞാനും തന്നെ കുഞ്ഞാവൻ ഇച്ചുണ്ടായതിന്റെ ശേഷമാണ് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയണത്, ഇത്തരത്തിലൊരു കുട്ടി നിങ്ങൾക്ക് ജനിക്കുന്നുണ്ടോ അതിന്റെ അർത്ഥം ആ ഉമ്മ ബോൾഡ് ആയിട്ട് മാറുന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രയും കാലത്ത് എനിക്കൊരു 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയി. ഇതില് പല രക്ഷിതാക്കളെയും കണ്ടു ഞാൻ. ഇതേപോലെ പാലക്കാട്, തൃശ്ശൂർ, എല്ലായിടത്തും യൂട്യൂബിലെ നിഹാലിന്റെ നിഹാലിന്റെ വീട്ടിലേക്ക് നമുക്ക് ഒരു ദിവസം പോകണം. നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പറഞ്ഞു. കുഞ്ഞാവ ഞാൻ ഇങ്ങനെ ഇപ്പൊ വന്ന ടീം ഞങ്ങൾക്ക് 2-3 ആളുകളും പാടുണ്ട്. അത് കൂട്ടിട്ട് നമ്മൾ നിഹാലിനെ പാലക്കാട് പോയിട്ട് കാണും. അല്ലെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഇവലൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കാണ്. ഇത് അനസ് പണായി. ഞങ്ങളെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളെ കുട്ടികളെ കൊണ്ട് നിങ്ങളൊരു ടെൻഷനും ആവില്ല. നമ്മൾ ഫുൾ ആയിട്ട് കെയർ ചെയ്യും. അത് പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് പറയുമ്പോ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത്തരത്തിൽ നല്ലൊരു വീടിന്റെ കയ്യിൽ കിട്ടട്ടെ. അപ്പൊ നിങ്ങൾക്ക് കാണാം എങ്ങനെ ഞങ്ങൾ പെർഫോം ചെയ്യാന്നില്ലേ. അല്ലേ? ഇപ്പൊ തന്നെ ലുക്ക് നോക്കണേ. ലൈലാത്താനെ കൂടി ഒന്ന് കാണാം. അതെ, ലൈലാത്താനെ നമുക്ക് പരിചയപ്പെടാം. അവിടെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് വരലുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഒരു ദിവസം പങ്കെടുക്കി ഞങ്ങൾ എല്ലാവരും കൂടെ അടിപൊളിയാക്കും. സെറ്റ് ആക്കും. കുഞ്ഞാവന്റെ കാല് മാറട്ടെ. ഇവരെ ഇൻസ്റ്റയില് വൈറലാണ് കേട്ടോ അനസ്. നമ്മളെ യൂട്യൂബിൽ ഇവനൊന്ന് യൂട്യൂബിൽ അറിയായിട്ടാണ്. എന്താ കൊടുക്കാൻ കൊക്കും ആസ്ഖാന്റെ താഴെ കാണാൻ നമ്പർക്ക് വെച്ചോളെ. കേരളത്തില് പുറത്തുണ്ടാവും, കേരളത്തിന്റെ ഉള്ളിലുണ്ടാവും. ഏത് വെച്ചോളെ സാധനം നമ്മളെ പെട്ടിയിലാക്കിട്ട് ഗിവവേ കൊടുക്കാൻ വിവവ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞാവൊക്കെ ആരുണ്ടാവില്ല. പൊന്നു പോലെ നോക്കണം വേണത്. അപ്പൊ നിങ്ങളെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാ. ഞങ്ങളെ എത്തുന്ന എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. അതിന്റെ പീഡിയ നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കിടലനാക്കും. അല്ലേ ഷഫീഖേ? അല്ലേ ഉദ്ഘാടനം ചെയ്യില്ല നമ്മള്? ഓക്കെ. കഞ്ഞിയാണ് പപ്പടം പോയിച്ചാ പറഞ്ഞേ. മാജി എന്താ വാങ്ങിത്തരല്? അത് മാറ്റിയും എന്ത് വാങ്ങിത്തരാ? ഇപ്പൊ കാത്തുക്കണ്. കുറച്ചു കൊടുത്തോ?
ഷെഫീക്കിനോട് ഞാനേ തമാശക്ക് പറഞ്ഞു കഞ്ഞിയും ചമ്മന്തിയാണ് അപ്പൊ അതിലുള്ള ടെൻഷനിൽ ഇങ്ങനെ കുത്തിർക്കാണ് കേട്ടോ. അപ്പൊ ബിരിയാണി ഒക്കെ വെച്ചിക്കണ്. ഷെഫീക്കിനൊക്കെ സംബന്ധിച്ച് കുറേ കാലമായിട്ട് ഷെഫീക്ക് അവിടെ ചിറ്റത്തുപാറ ഒരു ഓഡിറ്റോറിയത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കലാണ് കേട്ടോ. അവിടെ നിൽക്കണത് എന്താ വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം കൊടുക്കുന്നത് കിട്ടും. അതേമാതിരി തന്നെ ഓന് പണിയെടുക്കാൻ കഴിയൂലല്ലോ. ഇമ്മാരില്ലെങ്കിൽ ഈ മക്കളെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനത്തെ മക്കളെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മാജി ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടും സ്നേഹിക്കാൻ മാത്രമേ ഈ മക്കൾക്ക് അറിയുള്ളൂ. മനസ്സിൽ വേറെ അസൂയും കുശുമ്പും അതേമാതിരി വാശിയും വട്ടമൊന്നും ഉണ്ടാക്കാതെ കുതന്ത്രങ്ങളൊന്നും ഉണ്ടാക്കാതെ ചിന്തിക്കാതെ കഴിവ് ഈ മക്കൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഓലെ സ്നേഹിക്കണോ ഓലെ പിന്നാലെ ഓല് നിൽക്കും കേട്ടോ. അതുതന്നെയാണ് മാജിദിൻ്റെ വിജയം. ഈ ഒരു ഷെഫീഖും അനസും ഒക്കെ ഇതേപോലത്തെ ടീം മാജിദ് ഈ കുട്ടികൾ എന്ത് പറഞ്ഞാലും മാജിദ് അനുസരിക്കും. അവിടെ ഓരോ ടൂർ കൊണ്ടുപോകും. അതേപോലെ ഓല എവിടെക്കെങ്കിലും പറഞ്ഞ ആഗ്രഹം പറഞ്ഞാൽ അവിടെ പോകും. അതേപോലെ തന്നെ ഓൽക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. ഇവർക്കാണെങ്കിലും ആരെങ്കിലും സ്നേഹം കിട്ടുക എന്ന് വെച്ചാൽ അവിടെ ഇവർ നല്ല ഇഷ്ടമായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇവരെ സ്നേഹിക്കണവരെയും ഇവരെ നോക്കണവരെയും ഓല് തിരിച്ചും അതേപോലെ തന്നെ കാണും കേട്ടോ. അതേപോലെ തന്നെ ഇവർ മാജിദ് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെ പറയും. ഞാൻ നാളെ കഴിഞ്ഞ ആഴ്ച അതിൽ പോയപ്പോൾ ഷെഫീഖുണ്ട് പറയണു മാജി വന്നിട്ട് കുറേ ദിവസമായി മാജിനെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മാജിൻ്റെ വർത്താനം തന്നെ എപ്പോഴും പറയും കേട്ടോ. ഇമാതിരി വെയിലത്ത് ആ ഒരു കൊടയും ചൂടി നിൽക്കണ ഷെഫീഖിന് ഒരു കാറിൽ AC വണ്ടിയിൽ അതൊക്കെ ഒരു സ്വപ്നമാണ് കേട്ടോ. ഈ കുട്ടികളെ സ്വപ്നമാണ്. ഒരു വൈക്ക് പോകുക, അവിടുന്ന് എന്തെങ്കിലും കൊടുക്കുക, തിന്നുക, അങ്ങനെ ടൂർ പോവുക. അതൊക്കെ ഒന്നും ഇല്ലാത്തൊരു മക്കളാണല്ലത്. ഓരോ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇതൊക്കെ. അപ്പോൾ അത് സാധിപ്പിച്ചു കൊടുത്തത് ഈ മാജി തന്നെയാണ് കേട്ടോ. അപ്പോൾ മാജിദിൻ്റെ ഒരു സ്വപ്നം എന്താ വെച്ചാൽ ഓർക്ക് വേണ്ടിയിട്ടൊരു ബിൽഡിങ്, അതേപോലെ അതിൽ ഓർക്ക് നേരം വെളുത്താൽ അവിടെ ചെല്ലുക, പണിയെടുത്തുകൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം, അതേപോലെ ഒരു വീഡിയോ ചെയ്യുക, അതിൽ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുക, സാധനങ്ങൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുക. അതേപോലെ ഓർക്ക് വേണ്ട ടർഫ്, ഓർക്ക് വേണ്ട എക്സസൈസ്, ഓർക്ക് വേണ്ട TV, അങ്ങനെയൊക്കെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഫിസിയോതെറാപ്പി, അതേമാതിരി ഓർക്ക് ചെറിയ തെറാപ്പി ആവശ്യമുള്ളവർക്ക് തെറാപ്പി, എക്സസൈസ് ആവശ്യമുള്ളവർക്ക് എക്സസൈസ്, അങ്ങനത്തെ ഒക്കെ സെറ്റ് ചെയ്യണ ഒരു വീട് സെറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ആൺകുട്ടികളെ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ഈ മക്കൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ്. അതേപോലെ തന്നെ പെറ്റ തള്ളാരില്ലാത്ത ഒരവസ്ഥയിൽ ഈ മക്കൾക്ക് എന്താവും എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ മക്കളെയൊക്കെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ് എടുക്കണം വാടകയ്ക്ക്. ഇപ്പോൾ തൽക്കാലത്തിൽ വാടകയ്ക്ക്, പിന്നെ സ്വന്തമായിട്ട് തുടങ്ങണം. അങ്ങനെയൊക്കെ ഒരു പ്ലാനിലാണ് മാജിദ് നടക്കുന്നത്. അപ്പോൾ ഓൻ്റെ ആഗ്രഹം ഏതായാലും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ മക്കളില്ലവർക്ക് അതിൻ്റെ വിഷമങ്ങൾ അറിയുള്ളൂ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്ത്, എൻ്റെ മകൻ എന്ത്, എൻ്റെ മകൾ എന്താവും എന്ന ചിന്തയൊക്കെ ഇട്ട് നടക്കണവർക്ക് അതിനെക്കുറിച്ച് ഒരു വേവലാതി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മക്കളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഓൻ പ്രവർത്തിക്കണം. ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ ഓൻ നമുക്ക് സപ്പോർട്ട് തരാൻ വേണ്ടി കണ്ടിട്ടാണ് വന്നിട്ടോ. നമ്മളെ വീഡിയോയിൽ വേണ്ടിയിട്ട് ഓല വീഡിയോയിൽ നമ്മളെ ലേഹ്യത്തിൻ്റെയും അതേപോലെ ചുരിദാറിൻ്റെയും ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോ പരസ്യം ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും യൂട്യൂബിൽ കൂടിയും ഒക്കെ ഇട്ട് അതുവഴി നമുക്ക് കുറേ ഓർഡറുകളൊക്കെ വന്നിട്ടോ. തുടർന്നും ഓൻ്റെയും ലൈലാത്താൻ്റെയും എല്ലാ പ്രവർത്തനത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.